എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയാണ്. സോ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കിയാലോ. 250 ഗ്രാം മഷ്റൂം, ഒരു സബോള, 2 ഗാർലിക് ആൻഡ് പേപ്പർ പൗഡർ, കുറച്ച് ഒറിഗാനോ, കുറച്ച് ബട്ടർ. പിന്നെ നമുക്ക് വേണ്ടത് പാഴ്സലി, അതുപോലെ തന്നെ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം. ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ ഓയിലും. എന്ത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മഷ്റൂം ഒരു 10 to 15 മിനിറ്റ്സ് മഞ്ഞളിലിട്ടതാണ്. മഞ്ഞളിലിടുമ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോവാനൊക്കെ വേണ്ടിയിട്ടാണ് മഞ്ഞളിടുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സബോള ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. സബോള ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ അതിലേക്ക് ഗാർലിക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മഷ്റൂം ഇടുകയാണ് ചെയ്യണത്. സോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് സബോള ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി. സബോള ഒന്ന് വാടിക്കിട്ടുമ്പോൾ നമ്മൾ ഗാർലിക് ഇടും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് വലിയണം. വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിക്കാം. സോ വെള്ളം വലിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു ഓൾമോസ്റ്റ് 10 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്ത്. സോ ഇച്ചിരിയും കൂടി നേരം ഇരുന്ന് കുക്കായിക്കോട്ടെ, ഈ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടി. നമ്മുടെ മഷ്റൂം ഇപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഒറിഗാനോ, ഇത്രയും മതിയാവും. നമ്മൾ ഈ ക്രീം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് ഉപ്പുണ്ടോ, നല്ല കറക്റ്റായിട്ട് അതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരിയും കൂടി ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെപ്പറും പാഴ്സലിയും കൂടി ഇട്ടാൽ മതി. ഇപ്പം നമുക്ക് ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുക്കാം. ഇത്രയും മതിയോ? അങ്ങനെ നമ്മുടെ ക്രീമി മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ആൻഡ് അഭിപ്രായം പറയണം. താങ്ക്